എങ്ങോട്ടാണ് രാവിലെ തന്നെ? ഇന്നലെ സ്വപ്നത്തിൽ അമ്മ വന്നായിരുന്നു. ആരുടെ? ആരുടെ മേലടാ? അമ്മ മഹാമായ. ഈടായിട്ട് ഒട്ടും അമ്പലത്തിൽ പോക്കില്ല. അമ്മ ആകെ കോപിച്ചിരിക്കുക. ഇന്ന് ഏതായാലും അമ്പലത്തിൽ പോണം. സത്യം പറ, നിങ്ങളുടെ അമ്മ മഹമായ അവളല്ലേ? അതാടാ എന്തേ? ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അവൾ എന്റെയാന്ന്. 100 പ്രാവശ്യം. അയ്യടാ ഒന്ന് പോടാന്ന്. എന്റെയാണ് പോലും. അണ്ണനറിയോ, ഞാൻ ഇന്നലെ കൂടെ അവളെ സ്വപ്നം കണ്ടേ ഉള്ളൂ. എന്ത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞിന്റെ പേരെന്താ അറിയോ? എന്തോന്ന്? ഷിബു. ഷിബു ഓപ്പി. പേരിലൊക്കെ ഓക്കെ, പക്ഷെ കൊച്ചിന് തന്ത ഞാനായിരിക്കും. അതങ്ങ് വരപ്പരങ്ങാടിച്ചെന്ന് പറഞ്ഞാ മതി. അയ്യോ എന്തുന്നാടത്? കന്നിമാസത്തിൽ കൊടിച്ചു പട്ടികളുടെ പോലെ. ഇയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളില്ലാത്തൊരു ജീവിതം എനിക്കില്ലെന്ന്. എന്നാലേ നീ ചാവാൻ തയ്യാറായിക്കോ. അവൾ എനിക്കുള്ളയാ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ചാവത്തില്ല, തന്നെ കൊല്ലും. ഒന്ന് നിർത്തലാണെന്ന് എന്നാ നീ പറഞ്ഞ അത്രയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്ന അങ്ങനെ അടിമയായിട്ട് ഞാൻ എടുക്കോ? പറ്റിയൊരാളുണ്ട്. അതെ, ആ പറഞ്ഞ പ്രശ്ന പരിഹാരി നോമാണ്. പറയൂ, എന്താണ് പ്രശ്നം? എന്താ ഈ പോക? ഓക്കെയാണ് പ്രശ്നം, പേടിക്കണ്ട. അത് സ്വാമി കുന്തിരിക്കുമ്പോ വയ്ക്കുന്നതാണ്. സ്വാമിയല്ല, പ്രൊഫസർ. 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 ഓ, മടിക്കണ്ട, പറഞ്ഞോളൂ. എന്താ പ്രശ്നം? ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ല ഡോക്ടറെ. അത്രേ ഉള്ളൂ? അതിനൊരു വഴിയുണ്ട്. ഇതാണ് ഗതി നിർവാതി ലേഹ്യം. ഇത് കഴിച്ചാൽ ശരിയാവൂ? ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ കഴിക്കേണ്ടി വരികേയില്ല. അതെന്താ? അപ്പ തീരും. നിങ്ങൾ തീരുന്നല്ല, അസുഖം തീരും. ഇതൊരു പ്രാവശ്യം കഴിക്കുമ്പോ ഇത് നിങ്ങളുടെ ഉറക്കം കെടുത്തു. പിന്നെ നിങ്ങൾ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങും, ഒരു ഭ്രാന്തനെ പോലെ. അതെ, ഒരു കാമഭ്രാന്തനെ പോലെ. ഇത് കഴിച്ചാ എല്ലാം ശരിയാവോ ഡോക്ടറെ? ഈ സഞ്ജയന്റെ അടുത്തല്ലേ വന്നിരിക്കുന്നത്, എല്ലാം ശരിയാവും. എല്ലാം ശരിയായ ഡോക്ടറെ കാണാൻ ഞാൻ ഇനിയും എത്തും. എല്ലാം ശരിയാകും, നല്ല ഉയർച്ചയേ ഉണ്ടാകും. ചേട്ടാ ചേട്ടാ, അതെ എന്താ? പ്രൊഫസർ വെച്ച് ചേട്ടന്റെ ഭാര്യയുടെ നമ്പർ ഒന്ന് തരാമോ? എന്തിന്? ചേട്ടനെ വിളിച്ച് കിട്ടില്ലെങ്കിൽ വിളിക്കാൻ വേണ്ടി. അതെ, എന്റെ ഭാര്യയുടെ പുറകെ ഭ്രാന്തനായിട്ട് ഞാൻ നടന്നോളാം, നീ നടക്കണ്ട കേട്ടാ. ഉയർച്ചയില്ലടാ. നിങ്ങൾ ഈ മൂലക്കുരു എന്ന് കേട്ടിട്ടുണ്ടോ? മന്ത്രിമാര്, MLA മാര്, പ്രശസ്തരായ സിനിമാക്കാര്, അതുപോലെ തന്നെ പ്രഗത്ഭരായ 100-ൽ പരം ആളുകളുടെ മൂലക്കുരു ഒരു രാത്രി കൊണ്ട് നിസ്സാരമായി ഉന്മൂലനം ചെയ്ത ആളാണ് ഈ പ്രൊഫസർ സഞ്ജയ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രശ്നം മോഹൻലാലായി ഒരു പൂ പറിക്കുന്നത് പോലെ നിസ്സാരമാണ്. പ്രൊഫസർ ഇത്രയും വലിയ മഹാനായ തമ്പുരാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്റെ പൊന്ന് പ്രൊഫസറെ, ഇമ്മാര് ഡയലോഗ് അടിക്കാണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം പറ. ഞാൻ പറയാം. അല്ല, മരുമോനുണ്ടല്ലോ. ഞാൻ വാടക വാങ്ങിക്ക് വന്നാണ് ഇളപ്പ. അപ്പൊ ഇവര് കണ്ണീരും കൈയൊക്കെ പറയാണ്. മര്യാദക്ക് വാടക കൊടുത്തില്ലെങ്കിലേ ഇളയപ്പന്റെ കറുത്ത സ്വഭാവം അറിയാൻ പറ്റൂട്ടോ. ഇതാണ് ഇളയപ്പന്റെ സ്വഭാവം. മരുമോൻ ചെല്ലി. അയ്യോ, അപ്പൊ മക്കള് പോയാ വാടക എടുത്തോണ്ട് പോവാ. ചേട്ടാ, ഞങ്ങക്ക് 2 ദിവസം സമയം തന്നെ. പറ്റില്ല മക്കളെ, വാടക ഇന്ന് തന്നില്ലെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോ. പൊന്നെണ്ണ, അണ്ണനെ ഞങ്ങള് സ്വന്തം എണ്ണ പോലല്ല കാണുന്നത്. ഒന്ന് അണ്ണ കൂതറ വർത്താനം പറയിപ്പിക്കരുത്. പോയി കാശ് എടുത്തോണ്ട് വാടാ. അയ്യോ, ഇതെന്നാ പരിപാടിയാ? കൃത്യസമയത്ത് നിങ്ങൾക്ക് വാടക കൊടുക്കാൻ മേലേ? അവര് തരുവണ്ണ, പേടിക്കണ്ട. അവര് തന്നിട്ട് ഞാനേറ്റു. ഇവരെ 2 മാസത്തെ വാടക തരാനുണ്ട്. ആണോ? നീ 4 മാസത്തെ. നാറി ഡോക്ടറിന്റെ ബോർഡും വെച്ചിരിക്കുന്നു. ഡോക്ടറല്ല പ്രൊഫസർ. എന്തുകൊണ്ടായാലും നിനക്ക് നാണം ഉണ്ടോടെ നാറി? ഇല്ല. കാശ് ഞങ്ങള് 2 ദിവസത്തിന് തരാണ്ണ. 2 ദിവസം. 2 ദിവസം കഴിഞ്ഞ് കാശ് കിട്ടും, തന്നിരിക്കും. അപ്പൊ ഡാക്ടറിന്റെ എങ്ങനെ? ചില ഡൈറ്റാ. ഒരു കുഴമ്പെടുത്ത് ഒഴിച്ചാ മതി. ഞാൻ ഒരു 2-3 ദിവസത്തിനുള്ള ഉണ്ടാക്കി തരാം. കഷ്ടപ്പെടണ്ട. വേണ്ടല്ലേ? ആവശ്യം എന്റെ ആയി പോയില്ലേ? വാസ്തവം. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നന്നായി. അനിയ, ഇങ്ങ കേറി വാ. ഇത് രാജാവ്. മോൻ കാണിക്കാൻ വന്നായിരിക്കും. അയ്യോ, രാജാവല്ല ഏട്ടാ, രാജീവ്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നു മുതൽ ഇയാൾ ഇവിടെ താമസിക്കും. അതൊന്നും പറ്റില്ല. ഇവിടെ മന്ത്രവും തന്ത്രവും അതൊക്കെ നടക്കുന്ന ദേവി കോപിക്കും. അയ്യോ, അപ്പൊ പറ്റില്ലേ? ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാ. എന്നാ ഇപ്പൊ തന്നെ അങ്ങോട്ട് ഇറങ്ങിക്കോ. എടാ പുല്ലേ, ഈ മന്ത്രത്തിന്റെ തന്ത്രത്തിന്റെ ദേവി കോപിക്കണേന്റെ ഇടയ്ക്ക് ഈ കൊച്ചിന് വല്ല പ്രശ്നം ഉണ്ടാവുന്നല്ലേ ഞങ്ങൾ പറഞ്ഞല്ലേടാ? ഒരു തെണ്ടിയുടെ ശവം മേടിക്കണം എന്ന് ഓർത്താ ഇറക്കി വിടാത്തെ.
ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം കേട്ടാ. അണ്ണം പറയുന്ന പോലെ ഉള്ളൂ. ഓക്കെ അല്ലേ രാജാവേ? ശരി ചേട്ടാ, വിളിക്കുന്നു. ഞാൻ ഈ സാധനങ്ങളൊക്കെ എവിടെ എന്റെ വെക്കണ്ടേ? നെഞ്ചത്തോട്ട് പോയി. ചേട്ടൻ എന്തോ ഒരുമാതിരി മര്യാദയില് സംസാരിക്കുന്നത്? മര്യാദ ഇല്ലാതെ സംസാരിച്ചാ ആഹാ, എന്നാ പിന്നെ എനിക്കും അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരും. അങ്ങനെ ആരും ഇവിടെ സംസാരിക്കണ്ട. മര്യാദയോട് കൂടി മാത്രം സംസാരിച്ചാൽ മതി. നമുക്കൊരു ഒത്തൊരുമയോട് കൂടി ഒരു കൂട്ടായ്മ, ഒരു അലോഹ്യം മുടക്കൂല അതങ്ങ് പോവാ. മോന്റെ ബാഗെല്ലാം അവിടെ കൊണ്ടേ വെക്കേ. മനുഷ്യന് നിക്കക്കള്ളേ ഇല്ലായിരിക്കും. പ്രൊഫസറെ, എന്നാ ഞങ്ങളുടെ കാര്യത്തിൽ എന്താ തീരുമാനം? ആ ഇനി നിങ്ങളുടെ കാര്യം അതൊരു പ്രശ്നമുള്ളൂ. അവൾക്ക് ആരെയാണ് ഇഷ്ടമെന്ന് ആദ്യം പെണ്ണിന്റെ മനസ്സെന്താണെന്നറിയണം. അതിന് അവളോട് നിങ്ങളുടെ ഇഷ്ടം എന്നാന്ന് പറയണം. അവളുടെ അഭിപ്രായം എന്നാണോ അതുപോലെ നിങ്ങൾ ചെയ്യും. അതെ, ഈ പറഞ്ഞ അങ്ങനെയുണ്ട്. നീയല്ലേ പറഞ്ഞേ അവൾ ഇന്ന് ഈ അമ്പലത്തിലാ വരുന്നെന്ന്? ആ, വരേണ്ട സമയം കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കുട്ടി പോയായിരുന്നു? നീയാ? നിനക്കെന്താ ഇവിടെ കാര്യം? പറയടാ. അതെന്താ, മാന്യന്മാർക്ക് പ്രണയിച്ചൂടാ എന്നുണ്ടോ? അയ്യാ, ആരാണ് മാനിയം പ്രണയിക്കാൻ പോകുന്നത്? നിങ്ങൾ ഏത് സുന്ദരിയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവളെ തന്നെ. എടാ, ആ മാവിലെ മാങ്ങണ്ട് നീ കല്ലെറിയാൻ നോക്കിയാണ്ടല്ലോ. മോനെ ഷിബു, ആ, ഞാൻ കല്ലെടുക്കുകയും ചെയ്യും, ഉന്നം പിടിക്കുകയും ചെയ്യും, എറിയുകയും ചെയ്യും. കാണാ. എടാ, എറിയാൻ ഏത് പൊട്ടനും പറ്റും, പക്ഷെ കൊള്ളണെങ്കിലേ ഉന്നം വേണം, ഉന്നം. ആ. അവളിഞ്ഞ് വരട്ടെ, ആർക്കാണ് ഉന്നോന്ന് നമുക്ക് നോക്കാം. അയ്യോ, ശിവണ്ണ, ശിവണ്ണ, ഹായ്. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാടാ ഞാനിവിടുത്തെ സ്കൂളിലോട്ട് പിടിച്ചത്. അയ്യോ, ശിവണ്ണ നിക്കണ്ണ, ഒരു കാര്യം പറയട്ടെ. നീ പറ്റുമാട്ടാണ്. ചേട്ടാ, ചേട്ടാ, ചിന്നക്കട ജംഗ്ഷൻ വരെ പോവാ. പോവാ. എത്രയോ? 100. 100? ചേട്ടാ, ഒരു 80 രൂപയ്ക്ക് ഇറക്കും. 85? ഇല്ല. 90? ആ കേറ. ശിവണ്ണ